നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ പോണത് എറണാകുളത്തേക്കാണ്, കൊച്ചിയിലേക്കാണ്. പോകുന്ന പോക്കിൽ നമുക്ക് തലശ്ശേരി പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് കോട്ടയ്ക്കൽ നമുക്കൊരു കല്യാണമുണ്ട്, അതിന് പോകണം. അത് കഴിഞ്ഞ് രാത്രി വല്ല നാളെ രാവിലെ കൊച്ചി എത്തും. അപ്പം പോകുന്ന വഴിക്കിൽ കാഴ്ചകളാണ്. അതുപോലെ ബൽക്കി ഇവിടെ ഉണ്ട്, പിന്നെ മാജി റിയാൻ എല്ലാവരും ഉണ്ട്. റിയാനും മോനും മാജി മോനും ഒരേ ടൈപ്പിൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്, ബ്ലൂ കളറിൽ. എന്ത് പാട്ട് എന്ത് പാട്ട്? പപ്പ വീഡിയോ ഓപ്പൺ ആക്കില്ലല്ലോ, അപ്പൊ കോപ്പി റൈറ്റ് എടുക്കലോ. ഓഫ് ആക്കണ്ട, മാജിനെ കാണണ്ടേ? എന്റെ ബാഗ് അത് മാജിക്ക് എന്താ പറയാനുള്ളത് വീഡിയോയില്? കൊച്ചി പോക്കോട്ടോ, അവിടെ പോയി തേങ്ങാക്കോലെ പോക്കാം. ഓക്കെ, കൊച്ചി കൊച്ചി നേരെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂൾ നേരെ കളിക്കും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചി എത്തുക. അപ്പൊ ഇതൊക്കെ ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഫുള്ളായിട്ട് നിൽക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ മുടിവെട്ടി ഈ കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ഇവൻ ആക്ച്വലി മുടി വെട്ടുന്ന പൈസ ലാഭമാണ്, കാരണം അവൻ്റെ തലയിലൊന്നും ഇല്ല. അടിപൊളിയായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് ഇവരും വരുന്നുണ്ട്, നമ്മൾ പോയി ഫുഡെല്ലാം കഴിച്ച് നമുക്ക് അവിടെ നിന്ന് ഇനി വണ്ടി എടുത്തിട്ട് കോട്ടയ്ക്ക് എത്തണം. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ച് ദിവസമായി മുടിയെല്ലാം സെറ്റാക്കിയിട്ട്, അപ്പം കല്യാണം ബന്ധപ്പെട്ടാണ് മുറിക്കാന്ന് വെച്ചത്. ഒരു കോലത്തിലെ അങ്ങനെയായിരുന്നു. അത് ഞാൻ ആ ഒരു മൊഞ്ചാക്കി നടക്കുന്ന സെറ്റപ്പ് മാറ്റി വിട്ടത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഞാൻ അജ്മൽ ഖാനെ പഠിക്കാൻ നോക്കാം കേട്ടോ. അജുമോൻ എൻ്റെ ഗുരുനാഥൻ, ഐ ലവ് യു, ഐ മിസ് യു, ഐ എം കമ്മിങ് സൂൺ. നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചു. നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മാരാണ് ഫുഡ് കഴിച്ചത്. ഒരു ബിരിയാണി, ഒരു രക്ഷയില്ല. നമ്മൾ ബിരിയാണി കഴിച്ചു. റേനെടുത്ത് കാണുന്നില്ലല്ലോ. ലൈറ്റ് ഇട്ടാ, റേനോട് വെച്ചോ എങ്ങനെയുണ്ട് ഫുഡ്? ലൈറ്റ് ഇട്ടാ ആദ്യം. ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടേനു? ഇത് കാണുന്നിട്ട് പറഞ്ഞോ. ഫുഡ് എങ്ങനെയുണ്ട്? പറ, ഫുഡ് എങ്ങനെയുണ്ടേനു? റേയാനെ ഫുഡ് എങ്ങനെയുണ്ടേനു? അപ്പൊ സാഗി ഇവിടെ ഉണ്ട്. സൂപ്പർ ഉണ്ടോ? അടിപൊളി. അല്ല, ഓനെ ശരിക്കും പറഞ്ഞാൽ ഓനെ ഒരു പെരിപ്പേരി എടുത്തിട്ട് കഴിച്ചിട്ട് ഓനെ പെരിപ്പേരി ചിക്കൻ എടുത്ത് വായിലിട്ടോ. വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, ആ ഒരു എക്സ്പ്രഷൻ കാണണേ. അപ്പോൾ താങ്ക് യു മുത്തേ. എന്തെങ്കിലും എൻ്റെ ഫോളോവേഴ്സിനോട് പറയണ്ടോ? എന്റെ ഷോപ്പിനെ പറ്റി പറയണോ? എന്റെ ഷോപ്പിനെ പറ്റില്ല. തലശ്ശേരിയിൽ നമുക്കൊരു സലൂൺ ഉണ്ട്, എന്തായാലും വരിക. നല്ല ഓഫേഴ്സ് ഉണ്ട്. എന്താ ഓഫർ ഉണ്ടല്ലേ? നല്ല ഓഫേഴ്സ് ഉണ്ട്. സ്മൂത്തനിങ് ഉണ്ട്, കെരാറ്റിൻ ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്. എന്താണ് ചെയ്യാനുള്ളത്? നല്ല അടിപൊളി സർവീസ് ഒക്കെ ഉണ്ട്. സെലൂണിന്റെ പേര് എല്ലാവർക്കും അറിയാം. സെലൂണിന്റെ പേര് പറ. സെലൂൺ ദി ഗ്ലാം അപ്പ് സ്റ്റുഡിയോ. അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചി എത്തി. എന്താ പറയുക, ഇപ്പം എല്ലാവരും റൂമിലുള്ളത്, ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. വൈകുന്നേരമാണ് എനിക്ക് ഇറങ്ങാനും പിടിക്കാനൊക്കെ പോണത്. കഴിഞ്ഞ ബ്ലോഗിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി, അല്ലെങ്കിൽ എന്താണ് കോലം എന്നൊക്കെ. അതിൻ്റെ റീസൺ കഴിഞ്ഞ ബ്ലോഗ് മുഴുവനും ഞാൻ ബൈക്ക് റൈഡ് ചെയ്ത ബ്ലോഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളറിയില്ല, അത്രയും ഒരു ദിവസം രാത്രി നമ്മൾ വണ്ടി എടുത്ത് കൊച്ചി പോകണം, അവിടെ പരിപാടികൾ തീർക്കുന്ന, പിറ്റേ ദിവസം രാത്രി തിരിച്ചു വരുന്നു. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് 48 hours ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ക്ഷീണം മൊത്തം മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ അതുപോലെ ഇന്നലെ രാത്രി വരുമ്പോൾ നമ്മൾ മലപ്പുറത്ത് പോയി. എൻ്റെ ഒരു പാർട്ട്ണർ ഫാസിലിൻ്റെ കല്യാണം. സമയം 11 മണിയായി. 8 മണിക്കായി ഇവൻ്റെ കല്യാണത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളുടെ എത്തുമ്പോൾ 11 മണിയായിട്ടോ. വേറെ ഒന്നല്ല, പഞ്ചറായി, അറിയാലോ, കഷ്ടപ്പെട്ടത് മാറ്റി. പിന്നെ വരുന്ന വഴിക്കാണെങ്കിൽ നല്ല ബ്ലോക്കും. പിന്നെ ബ്ലോക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഈ വണ്ടിയാണ്ട് മാക്സിമം ഓഫ് റോഡൊക്കെ ഇറക്കിയിട്ട് നമ്മൾ പരിപാടി എടുക്കുന്നുണ്ട്. സോ കല്യാണ ചെക്കൻ ഈസ് ഹിയർ. എന്താണ് കല്യാണ ചെക്കൻ പറയാനുള്ളത്? എത്രാമത്തെ കല്യാണം ഇല്ലേ പറടാ? ആദ്യത്തെയും അവസാനത്തെ. എങ്ങനെയുണ്ട് അനുഭവം? എന്താ നിൽക്കാൻ കഴിഞ്ഞ് ഇനി പറ. ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേർക്ക് നിന്റെ അനുഭവങ്ങളോട് ഒരു പഠിക്കണം. നല്ല അടിപൊളി. അങ്ങനെയല്ല, അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറ നിന്റെ അനുഭവങ്ങൾ. ഞാൻ ജസ്റ്റ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ദാമ്പത്യ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് അല്ല, കല്യാണം കഴിച്ചതിന്റെ എക്സ്പീരിയൻസ് ആണ്. കല്യാണം കഴിച്ചതിന്റെ നല്ല പ്ലാൻ ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇനി എത്ര മാസം പ്ലാനിങ് ഉണ്ടായിരുന്നു?
നമ്മളിത് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം നമ്മളെ ഫുൾ ടീമും കാര്യങ്ങളും നല്ല രീതിയിൽ ഇതൊക്കെ സെറ്റായിരുന്നു. അതാണ് എല്ലാം പ്രോപ്പർ പ്ലാനിൽ എല്ലാം ചെയ്താൽ നല്ല രീതിയിൽ ഉഷാറായിട്ട് എല്ലാ പരിപാടിയും സെറ്റാകും. അപ്പോൾ നിൽക്കാതെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. ഇനി അടുത്ത് ചേർക്കുന്നോ? ബാക്കിയില്ലെങ്കിൽ എന്താ നമ്മളടുത്ത ഷോറൂം ഇതേണ്ട ഇത് കല്യാണത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഷോറൂമിന്റെ ഇതാട്ടോ. ഞാൻ കാണാൻ മനസ്സിലായി. വെറും പറഞ്ഞു എൻ്റെ പാർട്ട്ണറാണ്, നമ്മുടെ എക്സ്പെഡിഷനൊക്കെ പാർട്ട്ണറാണ്. നമ്മൾ ആ കാലിക്കറ്റ് ഷോറൂം വരും മെല്ലെ 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 എന്തായാലും വരും കേട്ടോ. ഇപ്പം വേറെ എന്തൊക്കെ പറയണ്ടേ? വളരെ വളരെ സന്തോഷം. കുറച്ച് നേരത്തെ വന്നത് ഇതാ എനിക്ക് നല്ല കേട്ടോ. കാരണം നേരത്തെ വന്ന് ഈ ഒരു 8 മണി 7 മണി സമയത്ത് വന്നിരുന്ന നമ്മൾ തിരക്കായൊന്നും നടക്കില്ല. ഇപ്പം ആരുമില്ല, ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. മര്യാദയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സുന്ദരമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഫാമിലി ആണെങ്കിൽ മാസിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. മാസി എടുത്ത് നല്ല ഉറക്കത്തിലാണ്. റയാനതേ ഇപ്പോൾ ഉറങ്ങി എണീച്ച് ചിക്കനൊക്കെ കേട്ടുമ്പോൾ ഉറങ്ങി ചോടിയതാട്ടോ. അതും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറിനെയും കൂട്ടി നേരെ വന്നു. കൊച്ചിയിലുണ്ട്. അപ്പം റയാൻ മോൻ മാസി മോൻ എന്താ പറയാനല്ലോ, നമ്മളൊരു ഹോട്ടലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ അടുത്ത് തന്നെ അടുത്തന്നെ ഒരു ലുലു മാളുണ്ട്. പിന്നെ അത് മാത്രല്ല നമ്മൾ ഇവിടെ നോക്കുമ്പോ നമ്മളെ കാർ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ മഞ്ഞ കാർ അവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറ ഇവനെ സ്വിമ്മിംഗ് പൂള് കുളിക്കണം ഇതെല്ലാം പറഞ്ഞ വീഡിയോയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുത്തി കേട്ടോ. ഓനക്ക് ലഗോ, സ്വിമ്മിംഗ് പൂൾ, ഓന്റെ മാള്, പർച്ചേസിങ്, ഷോപ്പിംഗ് എല്ലാം പറഞ്ഞു തരുത്തി. സംഭവം വെച്ചാൽ രണ്ടാക്കും സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. റയാന് എക്സ്ട്രാ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം സ്വിമ്മിംഗ് പൂൾ എന്നല്ല. ഇപ്പം ഇന്നത്തെ വ്ളോഗിന് നിങ്ങൾ കണ്ടില്ലേ, ഓൻ എത്ര പ്രാവശ്യം സ്വിമ്മിംഗ് പൂൾ പറഞ്ഞേ. പക്ഷേ ഒരു കുഴപ്പമില്ല, പേടിയാണ്. ഓനിപ്പോൾ അവിടെ കുട്ടികളെ പൂളില്ല, കുഞ്ഞ് പൂൾ, അവിടെ നിന്നാണ് കളിക്കുന്നത് രണ്ടും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഓൻ അറിയാം ഞാൻ പിടിച്ചിട്ട് വെള്ളത്തിലിടുന്നത്. അവിടെ കണ്ടോ, അവിടെ നിന്ന് കളിക്കുന്നുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ, എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വാട്ടർ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ്ങിന് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട്. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനോട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മക്കൾക്കും സെയിം ആട്ടോ. ഇപ്പം നിങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ നാട്ടിലത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ തോട്, ഈ കാട്ടിനുള്ളൊക്കെ തോടുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ കുളിക്കാൻ പോകും. പിന്നെ സ്വിമ്മിംഗ് പൂൾ, എൻ്റെ വീട്ടിൽ ശരിക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇല്ല, സ്ഥലമില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണും. എന്തായാലും എൻ്റെ വീക്കെൻഡിൽ എവിടെയെങ്കിലും പോയിട്ട് എന്താ പറയുക, ഇതുപോലെ സ്വിമ്മിംഗ് പൂളുള്ള റിസോർട്ട്സൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യട്ടെ. പ്ലാൻ രണ്ടാളതാ വാ, രണ്ടാളും വാ, വീഡിയോ എടുത്ത് വാ. പേടിയില്ലാത്ത ഞാനീ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പേടിയില്ല, റയാൻ അവിടെ ഇരിക്കുന്നുണ്ട്. പേടിക്കൊടല റയാൻ വാ, റയാൻ പേടിക്കൊടലൻ വാ. റയാനെ കഴിഞ്ഞ ആഴ്ച തോട്ടത്ത് കടത്തി നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ പപ്പ ഇങ്ങനെ പിടിച്ചോളും വാ. കുഞ്ഞു മോനാണ്, പാലെടുക്കുന്ന മോനാണ്. മാസി ഓനെ വിട്ട മാസി, ഓനെ ഞാൻ പിടിച്ചോളൂ. ഓനെ വെള്ളത്തിൽ മുക്കുന്നു. ഓക്കെ, എനിക്ക് വെള്ളത്തിൽ മുക്കുന്നത് ഇഷ്ടല്ലേ മാസി? പോടി എന്റെ മോനെ. പിന്നെ നീയല്ല എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഇഷ്ടമാണ്. അല്ല മാസി നോക്കി നോക്കി. അപ്പൊ നമ്മൾ കടലിലും പോയി എന്ത് ചെയ്യാ പറ. നമുക്ക് ഫോട്ടോ എടുക്കാം മാസി. ഇപ്പം കണ്ടേ, നമ്മളൊരു ബേർഡിനെ കേജിൽ നിന്ന് പുറത്താക്കിയ സന്തോഷമാണ്. ഇറക്കട്ടെ കരയില്. അവിടെ ഇരിക്കും, എവിടെ പോരാ, അവിടെ നിന്നോ. വീഡിയോ നോക്കുന്നത് അവിടെ പപ്പേനെ വെള്ളത്തിലെടുക്കൂല കേട്ടോ. ആടുന്ന കണ്ണിന്ന് വെള്ളം വന്നിട്ടൊക്കെ. എനിക്ക് വെള്ളം ഇഷ്ടമല്ല അല്ലേ. എനിക്ക് ഇവിടെ ഫുള്ള് വെള്ളാന്നേ, അവിടെയും ഫുള്ള് വെള്ളമല്ല. പിന്നെന്താ മതി, മൊബൈലും കണ്ടേ ഇവൻ്റെ ഫോട്ടോ എടുക്കട്ടെ. എൻ്റെ മോനെ ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് പാട്ട് പാടുന്ന അപ്പൊക്ക് വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ പാട്ട് പാടുന്നത് പാട്.
ആ മേമ് പഠിപ്പിക്കുന്ന വാട്ടറിന്റെ പാട്ട് പാടിട്ട് അപ്പൊ കേക്കട്ടെ. കുടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കയറി മാതി പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോണത് ഉള്ളിലേക്കാണ്. ആ ടവൽ എടുത്തിട്ട് തുടച്ചിട്ട് അവിടെ ബാസ്ക്കറ്റ് ഉണ്ടോ അതിലിടണേ. അവിടെ ബാസ്ക്കറ്റ് ഉണ്ട്, അതിലുണ്ട്. വേനോളി നാളെ വല്ലാണ്ട് കുപ്പായ അയച്ചിട്ട് ലിഫ്റ്റ് ഒന്ന് വിളിക്കളയും. എന്താ അറിയാനിത്? ഇവിടുത്തെ ഫ്ലോറ് ഫുൾ വെള്ളം കേട്ടോ മൊത്തത്തിൽ. അയാൾ അറിയാനും മാതിരി ഇനി ഇവർക്ക് മപ്പിട്ട് തുടച്ചാൽ മതി. അറിയിക്കോ 1608 തപ്പി പിടിക്കും. 1608 1608 അങ്ങനല്ല. സോ ഇപ്പഴും നോ 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 റൂം മാറിപ്പോണ്ട, അടി കിട്ടും ലാസ്റ്റ്. ഓക്കെ ക്യാമറ ക്യാമറ ഉണ്ടോ തട്ടോ. റെഡി 1 2 3 വാക്കോട്. സോ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ എന്താ പറഞ്ഞ തന്നെ ഇവിടുന്ന് സംഭവമില്ല. ഞാൻ പറഞ്ഞ ലുലുമാളിലേക്ക് ഒരു കയറിട്ടിട്ട് ഇങ്ങനെ ബൽക്കി ഫുള്ള് എന്ത് എന്ത് ഇത് 1.5 കിലോ പൗഡർ കിട്ടണല്ലോ. 1.5 കിലോ പൗഡർ കിട്ടണല്ലോ. റിയാനെ പഠിക്കല പച്ചൂട്ടിയാണോ പച്ചൂട്ടിയാണോ? ഓക്കെ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് മാറ്റി മാറ്റിയാണ്. ഓക്കെ ബൈ. ഇങ്ങോട്ടാ പോടത്തെ? ഡ്രസ്സ് മാറി ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവർ രണ്ടുപേരും പച്ച ഡ്രസ്സ് തന്നെ, എന്നെ മാറ്റമൊന്നുമില്ല. വൽക്കി ഒരു അറബി സ്റ്റൈൽ എന്നുള്ളത്. എല്ല് കേട്ടോ. വേണ്ട കാട് വേണ്ട, കാട് മേടിച്ച് വൽക്കി ബാഗിലിട്ടോ. എല്ല് വെക്കോ. ലൂലിലേക്ക് ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടന്നിലൂടെ ആവശ്യമില്ല. നമുക്ക് വേറെ പരിപാടി കാണിച്ചു. ആരാ ഓടിക്കുന്നത്? നീ ഓടിക്കുന്നേ? ഓക്കെ ഒന്ന് ഓടിച്ചോ. അങ്ങനെ അങ്ങനെ ഓടിക്കോ. നീ ഓടിക്കോ? ബൈക്കാ? കാറാണ്, ബൈക്കല്ലേ തിരിക്കാന്. നമ്മൾ വണ്ടി കണ്ടപാട് റിയാൻ ഓടിക്കണമെന്ന് രണ്ടാൾ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട്. ആക്ച്വലി ബാറ്ററി ആട്ടി കേട്ടോ. തോന്നല മാത്രം ഉണ്ടാവും. റിയാനെ കൊടുക്ക, അവർ ഓടിക്കട്ടെ. ഇത് നീ ആടിരുന്നോ? ചൊക്കനെ പിടിച്ചല്ലേ വീടോ. ഫുൾ സ്പീഡിൽ പോകും, കുണ്ടും കുഴിയിലുള്ളതാ. ഓക്കെ, ഇവിടെ നമുക്ക് ലുലുമാളിലേക്ക് നടന്നിട്ട് കൊണ്ട് ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് ഈ ബഗ്ഗിയിൽ പോകാൻ പറ്റും. കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. അതാണ് മാള്. അവിടെ വരെ നമുക്കിത് ഫ്രീ സർവീസാണ്. മാരിറ്റിൽ ചെയ്യുന്നവർക്ക് ഫ്രീ സർവീസാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ വേറെ ട്രിക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതിലേക്ക് നമ്മൾ പറയണ്ടല്ലോ, അവിടെ ഊഹിച്ചാൽ മതി. അവിടെ പാർക്കിംഗ് പ്രശ്നമാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടുന്നുണ്ട്. വണ്ടി ഇവിടെ വെക്കാം, കയറാം, പോവാം. ഹാപ്പി. ഹായ് റിയാൻ ഓടിക്കുന്നേ? ഇത് ആക്ച്വലി ഒരു ലോ മൂവിങ് വെഹിക്കിൾ ആട്ടോ. സ്പീഡിലൊന്നും പോലെ, വളരെ പതുക്കിയേ പോകുള്ളൂ. എടാ ലുലുമാളോ? വണ്ടി നേരെ നോക്കി ഓടിക്കണേ, ശരിയാവാ? നേരെ നോക്കി ഓടിക്കേ. നീ ഓടിക്കുന്നേ? ആ അതെ, മാളെത്തി. വെൽക്കം ടു മാൾ. എന്ത് മാള്? കേക്കണ്ട, ഉളുമാള്. മുമ്പൊക്കെ വണ്ടി ഓടിക്കേ. ജോക്കറാ?
ആ ജോക്കറുള്ളത് അത് മാക്ഡൊണാൾഡിന്റെ ഒരു പ്രതിമയാണ്. ഉണ്ട് ശരി തന്നെ. ഓക്കെ താങ്ക് യു പറയാൻ തുടങ്ങിക്കോ. എന്റെ പേര് ഞാൻ ഉണ്ടാക്കി നോക്കിയാ. നമ്മൾ തിരിച്ച് റൂമിലെത്തി. ശരിക്കും എൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്ലൗഡായിരുന്നു. നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു കേട്ടോ. ഒന്ന് ഇത് ടോയ്സാണ്, പസിൽ ഗെയിംസ് ആണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ അന്നേ മടിച്ചത് തന്നെ, പക്ഷെ എനിക്ക് കാണാണ്ടായി. എൻ്റെ ഇതാ വീണ്ടും മടിച്ചു. മാസി ആക്ച്വലി ലെഗോസിൽ ഭയങ്കര ഇതാട്ടോ. നമ്മൾ മാസിക്ക് ലെഗോസ് വാങ്ങിയിട്ടുണ്ട്. റേനെ പൊടിക്കണ്ട, എന്താ വാങ്ങിയ പറ, കാണിച്ചേ എന്താ വാങ്ങിയത്? കാണിച്ചേ, പസിൽ കാണിക്കേ നോക്കട്ടെ എന്താ തുറക്കാൻ പറ്റാ. പിന്നെ എല്ലാവരും വേറെന്താ വാങ്ങി കാണിച്ച്, കാല് കാണിച്ചെടുത്തേ, കാല് കാണിക്കേ നോക്കട്ടെ. അങ്ങനെടുക്ക്. ഇത് റിയാന് നമ്മൾ വാങ്ങിയ ഷൂസാണ്, സ്കെച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാജിക്കും ഷൂസ് വാങ്ങി, മാജിക്കും വാങ്ങി, റിയാനും വാങ്ങി, ബൽക്കിക്കും വാങ്ങി. ബൽക്കിന്റെ ഷൂസ് എടുത്തു വാ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താ. ബൽക്കിന്റെ ഷൂസ് ഞാൻ കാണിച്ചു കേട്ടോ. നീ ഓപ്പൺ ആക്കണേ, എൻ്റെ ഷൂ അല്ലേ, പിന്നെ ആരും ഓപ്പൺ ആക്കേണ്ടത്? അതല്ല ഇത് എൻ്റെ അതല്ല ഇതിലുള്ള അതിനടിയിലുണ്ട്. അതല്ല അത് ഇവൻ്റെ പഴയത്, അതിനടിയിൽ നോക്കി പറഞ്ഞു. ഇതാണ് ബൽക്കിക്ക് വാങ്ങിയത്, സ്കെച്ചേഴ്സിൻ്റെ. ഞാൻ മാത്രം വാങ്ങി, എല്ലാവർക്കും വാങ്ങി കേട്ടോ. ഏകദേശം ഒരു 10-40 രൂപ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 1-2 മാസത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഡ്രസ്സും അതൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഉണങ്ങാനിട്ട മുതലാണ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകണേ അറിയാൻ? എങ്ങോട്ട് പോണേ? തേങ്ങാക്കോലിൽ എന്തിനാ പോന്നേ പറ. അല്ല നേരത്തെ സ്വിമ്മിംഗ് പൂളും ലെഗോസും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ആവശ്യം തരണ്ടേ പറ. നമ്മള് തേങ്ങാക്കൊല പോ. തേങ്ങാക്കോല എന്തിനാ പോന്നേ? നമ്മൾ അവിടുന്ന് വെറൈറ്റി നമ്മളെ സ്ഥലം കാണാം, നമ്മളെ വെറൈറ്റി ഫുഡും കാണാം. ഓക്കെ, സോ നമുക്ക് പോവാം നേരെ. നമുക്ക് വിടാം നേരെ കഫേ തേങ്ങാക്കൊലയിലേക്ക്. നമ്മുടെ സ്വന്തം വെറൈറ്റി ഫുഡും വെറൈറ്റി ജ്യൂസും വെറൈറ്റി ചായയും. സ്നേഹിക്കുന്ന അടി കഴിഞ്ഞാ സ്നേഹിച്ചാൽ അടി കഴിഞ്ഞത് എന്ത് പാട്ടത്? അത് മാറിയാലും മറ്റല്ല ഗ്രാനോസ മറ്റേ ഇവനിന്റെ ഇതിന് പാട്ട് പാടുന്നത്. എന്ത് പാട്ട്? ഷൂ നോക്കിയോ, തിളങ്ങുന്ന ഷൂ ആണല്ലോ. ലഗോസിന്റെ കേട്ടാ, ഓൻ്റെ അടുത്തുള്ള ലഗോസിന്റെ ഷൂ ആണ്. നിന്റെയോ? അതിന്റെ അടുത്ത് ഗെയിമറിന്റെ ഷൂ ഇവൻ്റെ അടുത്ത്. ഇതാ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇത് പ്ലേറ്റ്, മറ്റേ എന്താ പ്ലേറ്റ് നോക്ക്, ഈ പ്ലേറ്റ്. അടിപൊളി. എന്താ ഇങ്ങോട്ടോ വാ, ഇങ്ങോട്ടോ. നമ്മളെ വണ്ടി വന്നിട്ടാ കയറിക്കോ. ആയിട്ടാ വണ്ടി വന്നിട്ട് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ എൻ്റെ കൂടെ ദിൽഷാദ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഫൈസ് ബ്രോ ഉണ്ട്. ഫൈസ് ബ്രോ എന്താണ് അവസ്ഥ? ഹായ്, ഞാൻ എൻ്റെ ലണ്ടൻ യാത്രയുടെ മിഡിൽ വെച്ചിട്ട് ഇപ്പോൾ വന്നാണ് എൻ്റെ വിസ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ജർമ്മനി വരെ എത്തി. 23ാമത്തെ കൺട്രിയാണ് ജർമ്മനി. ഇനി തിരിച്ചു പോയിട്ട് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ സൈക്കിളൊക്കെ അവിടെ വെച്ച് വന്നാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇതാ ഇന്ന് ഞാൻ ഒരാൾ കാർ ഇറങ്ങി വരുന്നതാണ്. ഇപ്പോൾ നല്ല പരിചയമുള്ളൊരു ഫേസ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ മല്ലുവാണ്. അപ്പോൾ കുറേ ആയി ഞാൻ കാണണമെന്ന് വിചാരിക്കുന്നു. യാദൃശ്ചികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളെ കണ്ടുപിടി. എന്തായാലും അടിപൊളി. ഞാൻ ആക്ച്വലി 2-3 വീഡിയോസിൽ ഫായ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറയാനുള്ള മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ, ഒന്ന് ഫായ്സിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫേമസ് ആവാനോ അതല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷോ ഓഫിനല്ല. ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അല്ലേ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുമ്പോൾ കേരള ടു സിംഗപ്പൂർ അടിക്കുന്നു.
സിംഗപ്പൂരിൻ്റെ സമയത്താണ്. അപ്പോൾ എന്നേരെ വലിയ ആൾക്കാരും കൂട്ടമൊന്നും ഇല്ലാതെ അവൻ്റെ പരിപാടിയും കൊണ്ട് പോകാം, ആ ഒരു കാറ്റഗറി. ഇപ്പം ലണ്ടനിൽ പോകുമ്പോൾ ഒരു പക്ഷേ എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അറിയാം, ഇപ്പം മലയാളികൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധ ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഫായിസിൻ്റെ ഇൻസൈഡ് തരാം. കാരണം എന്താ വെച്ചാൽ ഫായിസ് ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. ഒരു ആർഭാടങ്ങളോ ഒന്നും ഇല്ലാതെ അവൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖലയാണ്, പക്ഷേ എന്നെ കൊണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മളും പോകാത്തത്. പിന്നെ നമ്മൾ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന വേറെ മേഖല കൂടെ ഉണ്ട്, അത് എമിറേറ്റ് ഫസ്റ്റ്. ജമാദ് ബ്രോ ആക്ച്വലി എന്താ പറയുക, എൻ്റെ ഈ ഒരു സെക്കൻഡ് ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ജമാദ് ബ്രോ നമ്മളൊരു ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കഫേ തേങ്ങാക്കൂലിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കഫേയിലേക്ക് നമ്മുടെ ഫായിസും കൂടെ വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ കഫേ തേങ്ങാക്കുരേൻ്റെ മുമ്പിലുള്ളത്. ഫായിസ് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? നല്ല അടിപൊളി ചായ കിട്ടി, നല്ല ഫ്ലേവേർഡ്. ഞാൻ ഫായിസിന് നമ്മുടെ ട്രേഡ് മാർക്ക് മുന്തിരിക്കട്ടം കൊടുത്തു. നമ്മുടെ ട്രേഡ് മാർക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ നല്ല ഫ്ലേവറാണ്. നല്ല ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണത്. ഇവിടുത്തെ ട്രേഡ് മാർക്കാണത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ എക്സ്പെഡിഷൻ്റെ ഷോറൂം. ഇതിൻ്റെ ഈ സൈഡാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പാർക്കിംഗ് ആണെങ്കിൽ നമുക്കിത് ഇവിടെ നമുക്ക് ഒരു 4ഓളം കാറുകൾ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മിഡ് നൈറ്റിൽ ഇവിടെയും വെക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ബൈക്സ് പാർക്ക് ചെയ്യാൻ പറ്റും. ഫായിസ് വാ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം കേട്ടോ, ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് ബൈക്സിൻ്റെ ഒരു പാർക്കിംഗ് വരുന്നത് കേട്ടോ. അതുപോലെ ഇവിടെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ വന്നിരിക്കാം, റിലാക്സ് ചെയ്യാം. ഇത് നമ്മുടെ സ്മോക്കിംഗ് ഏരിയയാണ്. നമ്മൾ ആൾക്കാർ വന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വേർത്തിൻ്റെ ഏരിയ കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ അതുപോലെ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് ക്യാരം ബോർഡ് കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ബൈക്സിൻ്റെ പാർക്കിംഗാണ്. ഒരു 11 മണിയാകുമ്പോൾ ആൾക്കാർ കൂടും. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ അതിൻ്റെ ഇടതുവശം എടുത്ത് ഇവിടെ നമ്മുടെ ഒരു ലൊട്ട ഷോപ്പുണ്ട്. നമ്മുടെ തൊപ്പിയുടെ സ്വന്തം ലൊട്ട ഷോപ്പ്. ഇവിടെ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അതുപോലെ പിന്നെ ഐസ്ക്രീം കാര്യങ്ങൾ, ബൂസ്റ്റ്, ഹോർലിക്സ്, നിങ്ങൾക്ക് എന്താ വേണ്ട ഒരു നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഒരു ഉന്തുവണ്ടീൻ്റെ ഒരു തട്ടുകടയിൽ പോയി എന്താ കിട്ടും, ആ ഡ്രിങ്ക്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് ഊഞ്ഞാൽ ആടാൻ പറ്റും, കസ്റ്റമേഴ്സിന് വരാം. ഇവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും സിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡാണ് നമ്മൾ കുട്ടർക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്നാണ് നമ്മുടെ ട്രേഡ് മാർക്ക് മുന്തിരിക്കട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ കട്ടൻ കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ മെയിൻ ഫുഡ് വരുന്നത്. പിന്നെ നമ്മുടെ കഫേൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഫുഡും കാര്യങ്ങളൊന്നും വെക്കില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് തീരും, നാളത്തേക്കുള്ള നാളെ മാത്രം. അതല്ലാതെ ഫ്രീസറിൽ വെച്ചുള്ള പരിപാടിയില്ല. ഒരു സാധനം പോലും നമ്മൾ ഫ്രീസറിൽ വെക്കില്ല കേട്ടോ. നമുക്കിവിടെ കടികൾ കാര്യങ്ങളുണ്ട്. എല്ലാം കണ്ണൂർ, മലബാർ, നമുക്ക് ഇറച്ചിപ്പത്തിലുണ്ട്, കായുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഉന്നക്കായുണ്ട്, ഒരുപാട് കടികളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറി ചെയ്യാൻ മനസ്സിലാവും. ഒരു ഫാമിലി ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളിവിടെ ഒരു AC ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ. ഇവിടെ നമുക്ക് സിറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ സ്പേസ് നമ്മൾ ഓപ്പൺ ആക്കിയില്ല, നമ്മൾ ഫ്യൂച്ചറിൽ ഓപ്പൺ ആക്കും. ഇപ്പോൾ എന്താ പഠിക്കുന്നത്? സ്ട്രോബെറി. ഇത് മുന്തിരി കഴിഞ്ഞു, ഇപ്പോൾ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാണ്. നല്ല ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. നമുക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ചോദിച്ചു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മുന്തിരി കട്ടൻ, സ്ട്രോബെറി കട്ടനൊക്കെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് നെയ്ച്ചോറാണെങ്കിലും ഇറച്ചിക്കറാണെങ്കിലും ഇപ്പോൾ മലബാറിൽ നമ്മൾ വീടുകളിൽ വെക്കുന്ന ഫ്ലേവേഴ്സില്ല, നമ്മൾ വീടുകളിൽ വെക്കുന്ന ഉമ്മമാർ വെക്കുന്ന ആ ഒരു ടേസ്റ്റ്, അതേ മസാല, അതേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യുന്നില്ല. പക്ക നാച്ചുറലായിട്ട് ആ ഒരു ടേസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കേട്ടോ. ഒന്നും കൂടി പറഞ്ഞു, ഇവിടെ നമ്മൾ പഴകിയ ഒരു സാധനം നമ്മളിവിടെ സെർവ് ചെയ്യുന്നില്ല. നമ്മുടെ കണ്ണൂരിലൊരു ഒരു കൾച്ചറുണ്ട്, തട്ടുകട കൾച്ചർ. അന്നുള്ള സാധനങ്ങൾ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ നിന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. അതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നതിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് ഫുഡ് കിട്ടുന്നത്. നമ്മൾ സമ്മതിക്കുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ഡിലേ വരും കേട്ടോ. പിന്നെ ആക്ച്വലി എൻ്റെ ബ്രദറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവനാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ കസ്റ്റമർ റെസ്പോൺസ് എന്താ? കസ്റ്റമർ നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, 1.5 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് കൂടുതൽ. ഇവിടെ വന്ന കസ്റ്റമറാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വെൽക്കം ചെയ്യുന്നത്. 11 മണി മുതൽ രാത്രി 2 മണി നമ്മുടെ ഫുൾ ടൈം ആക്റ്റീവാണ്. അതുപോലെ ഒരുപാട് മ്യൂസിക് ഇവൻറ്റ്സ് കാര്യങ്ങൾ നമ്മളെല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഓക്കെ,
ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് കൊച്ചിയിലുള്ള ഒരുപാട് മക്കൾ വന്നിട്ട് ഇവിടെ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബൽക്കി ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് കഫേയിൽ വരുന്നത്. ഇപ്പം നല്ലല്ലേ, കുറേ ആൾക്കാരെല്ലാം ഉണ്ട്, നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം വന്നതല്ലേ, ഞാൻ കുറച്ച് പഠിച്ചിട്ടായിട്ട് പറഞ്ഞാൽ പറയാം നാളെ. ഇതിപ്പോൾ നമ്മുടെ എക്സ്പെഡിഷൻ്റെ ഷോറൂമിൽ കളക്ഷൻസ് എടുത്ത് റയാൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവച്ചാണ് നമ്മളിവിടെ വെക്കുന്നത്. എന്താ കഴിക്കുന്നത്? ഇത് കട്ട്ലറ്റോ ഇതെന്താന്ന് കഴിക്കുക. ഓൻ പഠിച്ചിട്ട് പറഞ്ഞല്ലോ, തിന്നിട്ട് പറഞ്ഞാൽ ഞാൻ തിന്നിച്ചറിയാം. നല്ല സത്യം പറ. ആ ടേസ്റ്റ് ഉണ്ട്, കട്ട്ലറ്റ് പോലെ ഉണ്ട്. കട്ട്ലറ്റ് മറ്റേ ഇത് കഴിച്ചു നോക്കി ഇറച്ചിപ്പത്തില്ല. രണ്ട് ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ കഫേയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, വരിക, ഒരു ദിവസം വരിക, നിങ്ങളുടെ വിസിറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അതുമാത്രമല്ല, ചെറിയ സാധനങ്ങളിൽ നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ കണ്ടെന്നേ. എന്ത് സാധനം? അത് ഓക്കെ, അവിടെ തന്നെ കാണാം. അത് ഐസ്ക്രീമിന്റെ അടുത്തൊന്നും മാറി നിൽക്കുന്നില്ല. അതാണ് ഏകദേശം ഇന്ന് മുട്ടയടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്താ അത് നമ്മളെ ലവ് ബേർഡ്സ് ആണ്. അതുമാത്രല്ല, അത് ആ കൂട് നമ്മളെ അടുത്ത് നമ്മളെ സാധനങ്ങളും കൊണ്ടുവന്നു ഈ സാധനത്തിന് വേണ്ടി. അത് ഉപ്പാൻ്റെ ലവ് ബേർഡ്സിൻ്റെ വലിയ കൂടുന്നു. അതിൽ നിന്ന് കുറച്ച് ബേർഡ്സിനെ എടുക്കുന്നുണ്ട്. ഓണം എന്നിട്ട് അവിടെ ഫിറ്റാക്കില്ല. കൂടൊക്കെ നമ്മളാണ്, ആണോ പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ കഫേ തേങ്ങാക്കുല കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു കൾച്ചർ, ആ ഒരു കൾച്ചറാണ് നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ 2 മാസം ട്രയൽ റണ്ണായിരുന്നു ഉദ്ദേശിച്ചത്. ട്രയൽ റൺ ഓടിയിട്ട് ഇനാഗ്രേഷൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേങ്കിൽ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം വേണ്ടി ഇപ്പോൾ അടുത്ത സമയത്ത് നമുക്ക് നല്ല കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇനാഗ്രേഷൻ ഇല്ല, അതങ്ങനെ തന്നെ പറയാം. ഇങ്ങനെ തന്നെ റണ്ണായിട്ടെന്ന് വെച്ചു. അല്ലേ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ലോണം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വന്നവർ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും. അതുപോലുള്ള ഒരു ആംബിയൻസ് ആണ്. എന്തായാലും വൻ വിജയമായി മാറട്ടെ. ഇതുപോലെ എല്ലായിടത്തും, കേരളത്തിലും ദുബായിലും അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് തുടക്കം ഇങ്ങനെ ആയിരിക്കും, പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രഷായ ഫുഡ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നെഗറ്റീവ് ഒന്നും ഇല്ലാതെ. ചിലപ്പോൾ സെർവിങ്ങിന് ഡിലേ വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നങ്ങളാണ് ശരിക്കും കസ്റ്റമേഴ്സ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് തിരക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാഫിന് ആ ഒരു മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റാഫിന് നമ്മൾ എൻഗേജ് ചെയ്തിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്ക് ഫുഡിന് യാതൊരു കംപ്ലൈൻറ്റും നമ്മളിപ്പോൾ 2 മാസം ആവാറ് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും വരിക, നമ്മുടെ കഫേ തേങ്ങാക്കുല വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിൻ്റെ മാപ്പിലും നിങ്ങൾ റിവ്യൂ ചെയ്യണം. പിന്നെ ഇവിടെ ഓൾറെഡി വന്ന് കഴിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലേ, ഓക്കെ. അപ്പം മസ്റ്റ് ട്രൈ ആണ്. കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോയാൽ മതി. ഓക്കെ, സമയം ഇപ്പം 10:45 റയാൻ ഇവിടെ കിടന്നുറങ്ങി. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അതിൻ്റെ ബേക്കിൽ ഓടത്തിലേക്ക് കഫ ഇപ്പോൾ റണ്ണിങ് ആണ്. കസ്റ്റമേഴ്സൊക്കെ വന്നുകൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ എക്സ്പെഡിഷൻ്റെ ഉള്ളിലുള്ളത് ഇവിടെ ഫാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയാനുള്ള മാസി, ഇനി റൂമിൽ പോകണം, എനിക്ക് ഉറങ്ങണം. എനിക്ക് നാളെ അല്ല വീണ്ടും കഫേയിൽ വരും കേട്ടോ. എന്താ പറയുകയാണെങ്കിൽ നല്ല ഉഷാറായി, അടിപൊളിയായി കഫേയിൽ വന്ന് ഫുഡടിയോട് ഫുഡടി. എനിവേ ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഇപ്പോൾ വീട്ടിലേക്കാണ് പോണത്. ചെറിയൊരു വ്ളോഗാണ്, കാരണം നമ്മൾ ഒരു ദിവസമുള്ളൊരു ഇതാണ് നമ്മൾ കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പറക്കുന്നിളകിയതിൻ്റെ വീഡിയോ ആണ്. നാളെ നമ്മൾ പോയിട്ട് നമ്മുടെ പറക്കുന്നിളകിയാണ് നമ്മൾ എടുക്കും. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റംസിൽ പോയി വണ്ടി എടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എക്സ്പെഡിഷനിൽ വെക്കാനാണ് പ്ലാൻ. കാരണം അതിന് സ്റ്റിക്കേഴ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇവിടെ കിടക്കും. നമുക്ക് ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നാലേ മറ്റു ചില വാതിലുകൾ തുറക്കുള്ളൂ. ഇപ്പോൾ ഒന്ന് ചീഞ്ഞാലേ മറ്റതിന് വളവെന്ന് പറഞ്ഞില്ല, അതുപോലെ കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്തിടെ കാണാം.